പിന്നെ നിയമാനുസൃതമായിട്ട് ഞാനും പ്രതാപേട്ടനും തമ്മിലുള്ള വിവാഹം ഇതുവരെ വേർപെടുത്തിയിട്ടില്ല. നിന്റെ പിടിയിൽ നിന്നും നിന്റെ ചതികളിൽ നിന്നും ഞാനും എന്റെ മകളും കൂടി പ്രതാപേട്ടനെ രക്ഷിച്ചിരിക്കും. അതിനുവേണ്ടി മാത്രമാ ഞാനിവിടെ വന്നിരിക്കുന്നത്. അല്ല, പിന്നെ അമ്മയെ തല്ലിലും രണ്ടു പക്ഷം എന്ന് പറയുന്ന പോലെ അവിടെ ന്യായീകരിക്കുന്ന ആളുകളുണ്ടല്ലോ. നിൽക്കുന്നു രണ്ടുപേരും. നാണമില്ലേ രണ്ടുപേർക്കും? ഈ അച്ഛൻ എന്തിന്റെ കേടാ? സാറിന്റെ മകളും ഹസ്ബൻഡും ആണല്ലോ ദേ വരുന്നേ. ശരിയാണല്ലോ, അവരെന്താ ഇവിടെ? അല്ല, നിങ്ങളെന്താ ഇവിടെ? ഞങ്ങൾ എന്താ ഇവിടെന്നോ? പ്രതാപവർമ്മ സാറും ഒരു പെണ്ണും കൂടി പബ്ലിക് പ്ലേസിൽ നിന്ന് സംസാരിക്കുന്ന വാർത്ത ഒരാൾ വിളിച്ചു പറഞ്ഞു. വാർത്തയോ? മനുഷ്യർക്ക് പൊതുസ്ഥലത്ത് നിന്ന് സംസാരിച്ചുകൊടുന്ന നിയമമുണ്ടോ? മുൻ മന്ത്രി പ്രതാപവർമ്മയും ഏതോ ഒരു സ്ത്രീയും കൂടി പൊതുസ്ഥലത്ത്. ചാനലായ ചാനലുകൾ തോറും ഇതിപ്പോ വാർത്തയാവും. ഫ്ലാഷ് ന്യൂസ് എന്ന പേരിൽ ഇപ്പൊ തുടങ്ങും. സ്കൂപ്പ് കിട്ടാൻ കാത്തിരിക്കുക റിപ്പോർട്ടർമാര്. എന്റെ കാര്യത്തിൽ കയറി ഇടപെടാൻ നിനക്കാരാ അനുവാദം തന്നത്? നീയും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. മേലിൽ എന്റെ കാര്യത്തിൽ കയറി ഇടപെട്ട് പോകരുത്. മനുഷ്യർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, പൗരാവകാശമുണ്ട്. എന്റെ കാര്യങ്ങളിലൊന്നും കയറി ആരും തലയിടണ്ട. നീ എന്താ മിണ്ടാ നിൽക്കുന്നേ? നീ വിളിച്ചോണ്ട് വന്നാണോ ഇവിടെ? അല്ല സർ. വിളിച്ചോണ്ട് പോടാ. ഇവൾക്കെന്തോ മെന്റൽ പ്രോബ്ലം ഉണ്ട്, സംശയരോഗം. ഇപ്പോ ഞാൻ പറഞ്ഞതൊക്കെ എങ്ങനെ ഇരിക്കുന്നു? എല്ലാം സത്യമായില്ലേ? അങ്ങനെ ആണെങ്കിൽ തന്നെ നിനക്കെന്താ? അല്ല, നീ എന്റെ ആരാ? എന്റെ ആരാന്ന്? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത് ജീവിക്കും. ചോദിക്കാൻ ഇവിടെ ആരാ ഉള്ളേ? എനിക്കൊന്ന് അറിയണമല്ലോ. ഇത്രയും നാൾ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു, ഇനി എനിക്ക് വേണ്ടി ജീവിക്കണം. ആരുണ്ട് എന്നോട് ചോദിക്കാൻ? അതിനൊക്കെ ധൈര്യമുള്ളവരെ എനിക്കൊന്ന് കാണണമല്ലോ. ആ അംബിക നിങ്ങളും കൂടി എന്റെ അച്ഛന്റെ ജീവിതം തകർക്കാൻ ഇറങ്ങിയിരിക്കുക. ഏയ് ഇല്ല, നിങ്ങളുടെ ഉദ്ദേശം ഒന്നും നടക്കില്ല. നടത്താൻ ഈ ഹൃതിക സമ്മതിക്കില്ല. ഇനി നിങ്ങൾ എന്റെ അച്ഛന്റെ പുറകെ വന്ന നിങ്ങളെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകും. കരുതിയിരുന്നു. പ്രതാപനാങ്ങളയുടെ ഒരു കല്യാണത്തിനോ സദ്യ ഉണ്ണാൻ പറ്റിയില്ല. ഈ കല്യാണത്തിനെങ്കിലും എന്തായാലും സദ്യ ഉണ്ടേ പറ്റൂ. സംഗതി സത്യമായല്ലോ, മണിയും അടിച്ചു. ഇതെന്റെ സൽപുത്രനല്ലേ? ഹലോ, എന്താ മോനെ? അമ്മേ, ഇപ്പോഴൊരു സംഭവം ഉണ്ടായി. എന്താടാ? അവിടെ 1/2 ഏക്കർ ആകാശം നിലത്ത് വീണോ? ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം പറയുമ്പോ തമാശ പറയല്ലേ? എന്താടാ ഇത്ര സീരിയസ് ആയിട്ട്? വല്യമാവനും സംയുക്തയും തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോ ആ രാജു ഹൃതിക അവിടെ വന്നു. എന്നിട്ട്
കൊല്ലുമെന്ന് അവള് ഭീഷണിപ്പെടുത്തിയോ? അതേ അമ്മേ. അത് കൊള്ളാലോടാ. എന്നാലേ നമുക്ക് ഋതികയെ ബുദ്ധിമുട്ടിക്കണ്ട. സംയുക്തയെ നമുക്ക് തന്നെ അങ്ങ് തട്ടാം. കറക്റ്റ് അമ്മേ. ആ ഐഡിയ പറയാനാ ഞാൻ വിളിച്ചത്. അവള് കൊല്ലുമെന്ന് പറഞ്ഞതേ വല്യമ്മാവൻ കേട്ടതാ. അപ്പോ സംയുക്തയെ കൊന്ന കുറ്റം നമുക്ക് ഋതികയുടെ തലയിൽ വെക്കാം. പ്രതാപൻ സാക്ഷിയും. അവൻ തന്നെ അവളെ പിടിച്ച് പോലീസിനും കൊടുക്കും. നീ വേഗം വാ, നമുക്കേ ഇതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ദാ വരുന്നമ്മേ. ആ ശരി. പ്രതാപൻ കല്യാണത്തിന് തയ്യാറായ സംയുക്തയ്ക്ക് ആയുസുണ്ട്. ഇല്ലെങ്കിലോ സംയുക്തയുടെ ആയുസിന്റെ കാലാവധി തീർന്നു. മുറിയിലെ ഇവൾ ഒറ്റയ്ക്കാ. ഒന്ന് വിരട്ടി നോക്കാം. ഒറ്റയ്ക്കാണല്ലോ. ഞാൻ ഒറ്റയ്ക്കിരിക്കുന്നതിൽ നിനക്ക് സങ്കടമാണെങ്കിൽ നീ ഇവിടെ ഒന്ന് കൂട്ടിരിക്കടി. ഹ, ഏയ് എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. നിനക്കതിന്റെ ആവശ്യം ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അക്കാലത്ത് നീ എന്റെ വേലക്കാരിയായിരുന്നു. ഇതൊക്കെ പറഞ്ഞ് പഴകിയ കാര്യങ്ങളാ. ശരിയാ, നിന്നെ പോലൊരുത്തി എന്റെ കോലത്ത് ജോലിക്ക് നിന്നിരുന്നു എന്ന് പറയുന്നത് തന്നെ എനിക്ക് വലിയ നാണക്കേടാ. ഞാൻ വന്നതേ ഇതൊന്നും പറഞ്ഞ് നിന്നോട് തർക്കിക്കാനല്ല. നീ വന്നത് എന്തായാലും നല്ല ഉദ്ദേശത്തോടാണെന്ന് ഒരാളും പറയില്ല. നീ ഇതിനകത്ത് എന്നെ ഇങ്ങനെ ഇരുന്ന് ഒരടിക്കല്ലേ പത്മേ? അത് പറയാനാ ഞാൻ വന്നേ. നിന്നെ നിഷ്കരണം ഉപേക്ഷിച്ചെങ്കിലുവേ ഉപേക്ഷിച്ച ഭർത്താവിനെ ഒന്ന് കാണാനും കിട്ടുന്ന സന്ദർഭങ്ങളിൽ അവനോട് 2 വാക്ക് പറയാനും ആയിരിക്കുമല്ലോ നീ ഇപ്പൊ വന്നേ. എനിക്കങ്ങനെ ഒരു ആഗ്രഹവും ഇല്ല അംബികെ. ഉണ്ടെന്ന് എനിക്കറിയില്ലേ. ആഗ്രഹങ്ങളൊക്കെ സബലീകരിക്കാനുള്ളതല്ലേ. ചെല്ലേ, അവനെ ഇപ്പൊ പുറത്തു പോയിരിക്ക. തിരികെ വരുമ്പോ നീ അവന്റെ മുറിവാതിൽക്കലൊന്ന് ചെല്ല്. എന്നിട്ട് കുറച്ച് കൊച്ചു വർത്താനങ്ങളൊക്കെ പറയും. ഈ വീട്ടിലും മുറ്റത്തുമൊക്കെ കറങ്ങി നടക്കാനും അവന്റെ മുന്നിലേക്ക് ചെല്ലാനും ഒക്കെ നിനക്ക് ധൈര്യമില്ലായിരിക്കും അല്ലേ? ഞാൻ എന്തിനടി മറ്റുള്ളവരെ പേടിക്കുന്ന? എന്റെ വീട്ടിൽ എനിക്ക് എവിടെ ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലെന്നാണോ നീ പറഞ്ഞു വരുന്നേ? നിനക്ക് വേറെ പണിയില്ലേ അംബികെ? പിന്നെ നിയമാനുസൃതമായിട്ട് ഞാനും പ്രതാപേട്ടനും തമ്മിലുള്ള വിവാഹം ഇതുവരെ വേർപെടുത്തിയിട്ടില്ല. നിന്റെ പിടിയിൽ നിന്നും നിന്റെ ചതികളിൽ നിന്നും ഞാനും എന്റെ മകളും കൂടി പ്രതാപേട്ടനെ രക്ഷിച്ചിരിക്കും. അതിനുവേണ്ടി മാത്രമാ ഞാനിവിടെ വന്നിരിക്കുന്നത്.